പ്രൈസ് ദി ലോർഡ്. നമുക്ക് എസ്രയുടെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാഴ്സി രാജാവായ കോരസ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് അത് പണിതു കൊള്ളാം എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യം എസ്ര പ്രവാചകൻ തൻ്റെ 4-ാം അധ്യായത്തിലെ 3-ാം വാക്യമാണ്. പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കള് അവരുടെ കരച്ചിൽ കേട്ട് ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന ഇസ്രായേലിൽ തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഇസ്രായേലിൽ അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർക്ക് എന്താണ്, യഹോവയായ ദൈവത്തിന് ഒരാലയം പണിയുവാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. യഹൂദയുടെയും വൈരികൾ അത് കേട്ടപ്പോൾ, അവരുടെ ശത്രുക്കൾ അത് കേട്ടപ്പോൾ അവർ സെരുബാബേലിൻ്റെയും യോശുവയുടെയും അടുത്ത് വന്നിട്ട് അവരോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോടുകൂടെ ആലയം പണിയുവാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും സേവിക്കാം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഈ ദൈവമക്കള് ഹല്ലേലൂയ സെരുബാബേലും യോശുവയും മഹാപുരോഹിതന്മാരും അവരോട് പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ തന്നെ ആലയം പണിതുകൊള്ളാം. ഞങ്ങളാണ് ആലയം പണിയേണ്ടത്. ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിതുകൊള്ളാം എന്നാണ് അവർ പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഹല്ലേലൂയ ദൈവത്തിൻ്റെ വേലയ്ക്ക് ഹല്ലേലൂയ സ്പിരിച്വലായ ആത്മീയമായ കാര്യങ്ങൾക്ക് നമ്മൾ വിശുദ്ധിയോടെ ഇരിക്കണം എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അവിടെ നമ്മൾ ജാതികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്, അവരോട് നമ്മൾ സഹകരിക്കരുത്. നമ്മുടെ ആലയം പണിയുന്നത്, നമുക്ക് ദൈവത്തിനു വേണ്ടി വേല ചെയ്യേണ്ടത് ഹല്ലേലൂയ നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. അത് അക്രൈസ്തവരായിട്ട് ജാതികളായിട്ട് സഹകരിച്ചല്ല ദൈവത്തിന് വേല ചെയ്യേണ്ടത്. ദൈവം പറയുകയാണ്, ഹല്ലേലൂയ എനിക്ക് ആലയം പണിയേണ്ടത് എൻ്റെ മക്കളാണ്, എന്നെ ആരാധിക്കേണ്ടവരാണ്, എന്നെ ജാതികളല്ല എനിക്ക് ആലയം പണിയേണ്ടത്. അതുകൊണ്ട് അവിടെയുള്ള സമരിത്യൻസ് അങ്ങനെയുള്ള ആ വിദേശി ദൈവത്തെ ആരാധിക്കാത്തവർ അവർ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ആലയം പണിയുവാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുകയാണ്. അവർ ആ പറയുന്നതിൻ്റെ അർത്ഥം ഹല്ലേലൂയ ഇവർക്ക് വേണ്ടി, ഇവരെ ഉപദ്രവിക്കുവാൻ വേണ്ടിയാണ്, അവരെ ഈ ആലയം പണിക്ക് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ അവര് ദേശനിവാസികൾ യഹൂദയെ ധൈര്യക്ഷയം വരുത്തി. ഇവർ ആലയം പണിയുന്നു എന്ന് കേട്ടപ്പോൾ അവർക്ക് ധൈര്യക്ഷയം വരുത്തുകയാണ്. പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവിടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന് അവർ പാഴ്സി രാജാവായ കോരസിന്റെ കാലത്തൊക്കെയും പാഴ്സി രാജാവായ ദാരിവേശിന്റെ വാഴ്ചയ്ക്ക് അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു. അവരുടെ ദൗത്യം എന്താണ്? ഈ ദൈവത്തിൻ്റെ ആലയം പണിയരുത് എന്നുള്ളതാണ്. ശലോമോന്റെ കാലത്ത് പണിതിട്ടുള്ള ആലയം കണ്ടിട്ടുള്ള അവിടെ പലരും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ അവർ ഉറക്കെ കരഞ്ഞുപോയി. എത്ര മനോഹരമായ ആലയമായിരുന്നു ശലോമോൻ പണിതത്. ഹല്ലേലൂയ അത് ഉറക്കെ കരഞ്ഞുപോയി, സന്തോഷത്തോടെ കരഞ്ഞു. അങ്ങനെ ജനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ശബ്ദം, കരച്ചിലിൻ്റെ ശബ്ദവും സന്തോഷം കൊണ്ട് അവർ കരയുകയാണ്. ദൈവമക്കളെ, ഇവിടെയൊക്കെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ ഹല്ലേലൂയ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് ആ യെരൂശലേം ദേവാലയത്തെ ഇടിച്ചു കളഞ്ഞു. അവരെ അടിമകളായി കൊണ്ടുപോയി. അവിടെ ദൈവത്തോട് ബാബേലിൽ കിടന്ന് അവർ ദൈവത്തോട് യാചിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുകയാണ് ഉണ്ടായത്. ദൈവമക്കളെ, അവരുടെയൊക്കെ ജീവിതയാത്രയിൽ അവരുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ദൈവത്തിന് വിരോധമായി അവർ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ വീണ്ടും നമ്മൾ ദൈവത്തിന് മുഖത്തേക്ക് നോക്കുമ്പോൾ ആകാശഭൂമിക്ക് വീതം ഉയർന്നിരിക്കുന്നു
ദയിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതാണ്. ദൈവത്തിൻ്റെ ആ വലിയ ദയവുണ്ടല്ലോ, ആ വലിയ ദയ കൊണ്ട് ദൈവം നമ്മളെ വീണ്ടെടുക്കുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുപോലെയാണ് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ഇവിടെ ആലയം, യെസ്രായയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആലയം പണിയുന്നു എങ്കിലും നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ ആലയത്തിന് മതിൽ കെട്ടുകയാണ്. അവിടെയും ഹല്ലേലൂയ ആ നെഹെമ്യാവിനോട് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നെ സഹായിക്കാം, ഈ വാൾ പണിയുന്നതിന് നിങ്ങളെ സഹായിക്കാം എന്ന് പറയുമ്പോൾ നെഹെമ്യാവ് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വേലയാണ്, അത് ഞങ്ങൾ ചെയ്തുകൊള്ളാം, ഞാൻ തന്നെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നെഹെമ്യാവ് അവരെ ജാതികളെ പണിയിക്കുവാനായിട്ട് സമ്മതിച്ചില്ല. നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വേല, സ്പിരിച്വൽ വേല ചെയ്യുവാനായിട്ട് നമ്മൾ ജാതികളുമായി കൂട്ടുകൂടരുത് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. ഹല്ലേലൂയ. അവിശ്വാസികളായ ജനങ്ങളോട് ഹല്ലേലൂയ ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയേലിനും തമ്മിൽ എന്ത് പൊരുത്തം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ്. അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മൾ വിഗ്രഹത്തെ സേവിക്കുന്നവരല്ല. അവിശ്വാസിയുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. അങ്ങനെയാണ് ദൈവം നമ്മളോട് അരുളി ചെയ്തത്. എന്താണ് ദൈവം നമ്മളോട് അരുളി ചെയ്തത്? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ ഭജിക്കുകയും ചെയ്ത് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുകയും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അത് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീരെന്ന് കർത്താവ് അരുളി ചെയ്തു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ജാതികളുടെ നടുപ്പിൽ നിന്ന് വേർപെട്ടിരിപ്പീരെന്ന് പറയുകയാണ്. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായിരിക്കും എന്ന് സർവശക്തനായ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ 2 രാജാക്കന്മാർ 17-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുകയാണ്, ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ എന്താണ്? അന്യ ദൈവങ്ങളെ നിങ്ങൾ സേവിക്കരുത്. ഇവിടെ അവർ അങ്ങനെ യഹോവയെ ഭജിക്കുകയും തങ്ങളെ വിട്ടു പുറപ്പെട്ടു വന്ന ജാതിയുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. ഇവിടെ ഇസ്രായേൽ മക്കൾ എന്താണ്? സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. ഇന്നുവരെയും അവർ മുമ്പിലത്തെ മര്യാദ പ്രകാരം ചെയ്തു പോന്നു. യഹോവയെ ഭജിക്കുന്നില്ല. തങ്ങളുടെ സ്വന്തം ചട്ടങ്ങളെ മാർഗവിധികളെയും ആകട്ടെ അവർ ഇസ്രായേൽ എന്ന് പേർ വിളിച്ച യാക്കോബിന്റെ മക്കളോട് അന്യായം ചെയ്ത് അന്യായം ചെയ്ത് അവരെന്ത് ചെയ്യുകയാണ്? സ്വന്തം ദേവന്മാരെ അവർ ഭജിച്ചു വരികയാണ്. അത് ദൈവത്തിന് ഇഷ്ടമായില്ല. ദൈവം അവരെ പ്രവാസത്തിലേക്ക് വിടുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് ഹിതമല്ലാത്തത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം അകന്നു പോവുകയാണ്. നമ്മളെ പ്രവാസത്തിലേക്ക് നമ്മളെ വിടുകയാണ്. നമുക്ക് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ജീവനുള്ള ദൈവത്തെ മാത്രം നമ്മൾ ആരാധിക്കണം. ദൈവികമായ കാര്യങ്ങളിൽ ദൈവത്തിന് ആലയം പണിയുന്നതിന് ജാതികളോട് നമ്മൾ ഇണയില്ലാപ്പിണ കൂടരുത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ആലയം പണിയേണ്ടത്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യേണ്ടത് ദൈവമക്കളുടെ കടമയാണ്, ദൗത്യമാണ്. അത് ജാതികളുടെ കടമയല്ല, ദൗത്യമല്ല. അവരെ അതിൽ നമ്മൾ കൂട്ടരുത്. അങ്ങനെ അവരെ നമ്മൾ അതിൽ കൂട്ടിയാൽ അവർ നമ്മെ പുറവിലേക്ക് വലിക്കും. അവർ നമ്മയുടെ ബലം ക്ഷയിപ്പിക്കും. അവർ നമ്മെ ഉപദ്രവിക്കുമെന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്രാ പ്രവാചകനും നെഹെമ്യാവും ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയം പണിയേണ്ടത്
ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങളുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് ജാതികളായ നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുവാൻ ഞങ്ങളെ സഹായിക്കേണ്ട, ഞങ്ങളുടെ കൂടെ വരേണ്ട. ഞങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം, ഈ അഖിലാണ്ടത്തെ ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവമുണ്ടല്ലോ, ആ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ ഞങ്ങൾ ആ ദൈവത്തെ ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ, ആ ദൈവം സർവശക്തനാണ്. അവന് ആ ദൈവത്തിന് വേണ്ടി ആലയം പണിയുവാൻ ജാതികളായ നിങ്ങളുടെ ഒരു ആവശ്യവും ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ശെരുബ്ബാബേലും യോശുവയും ഹല്ലേലൂയ പുരോഹിത ശ്രേഷ്ഠന്മാരും ജാതികളോട് വിളിച്ചു പറയുന്നതാണ് നമ്മൾ വായിച്ച ഈ വാക്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ആത്മീയ കാര്യങ്ങളിൽ ജാതികളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. അവരുടെ സപ്പോർട്ട് വാങ്ങിക്കരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.